ഹായ് ഓൾ, ACUR എക്സാംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഫൗണ്ടേഷൻസ് ഫോർ ബിസിനസ് അനലിറ്റിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ സിലബസ് എന്തൊക്കെയാണ് അതിൽ കവർ ചെയ്യുന്നത്, നിങ്ങളുടെ എക്സാമിന് ഏതൊക്കെ ഏരിയയാണ് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത്, അതുപോലെ തന്നെ ഓരോ മൊഡ്യൂളിൽ നിന്നും എത്ര മാർക്ക് വെച്ചിട്ടാണുള്ളത് എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സബ്ജക്റ്റിൻ്റെ ടോട്ടൽ എക്സ്റ്റേണൽ എക്സാമിൻ്റെ മാർക്ക് 70 മാർക്കിലാണ് വരുന്നത്. ഓക്കെ, 4 മൊഡ്യൂളുകളിലായിട്ട് 70 മാർക്ക് വിഭജിച്ച് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിന് 16 മാർക്കാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. ഇതിലെന്താണ് ബിസിനസ് അനലിറ്റിക്സ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ് ചോദിക്കുന്നുണ്ട്. ദെൻ റാൻഡം എക്സ്പെരിമെൻറ്റ്, സാമ്പിൾ സ്പേസ്, ഈവൻറ്റ്, പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റിയിൽ വരുന്ന കുറേ ടേംസ്, ആ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. ദെൻ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് ഓഫ് പ്രോബബിലിറ്റി ഉണ്ട്. ദെൻ മാർജിനൽ പ്രോബബിലിറ്റി, ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ്, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ആപ്ലിക്കേഷൻസ് ഓഫ് സിമ്പിൾ പ്രോബബിലിറ്റി, ബേസ് തിയറം, ഇതൊക്കെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതാണ്. ആ ബേസ് തിയറും കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കിയിട്ട് പോകണം. ദെൻ തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ മൊഡ്യൂളിന് 18 മാർക്കാണ് എക്സ്റ്റേണൽ എക്സാമിന് വരിക. അതിൽ റാൻഡം വേരിയബിൾസ്, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആൻഡ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, ദെൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൽ തന്നെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റുഡൻസ് ടീസ് ഡിസ്ട്രിബ്യൂഷൻ, എഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബൈനോമിയൽ, പോസൺ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിട്ട് പോവുക. ഇനി തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സാമ്പിളിംഗ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ആണ്. അപ്പം ഇതിനകത്ത് മെയിനായിട്ടും സാമ്പിളിംഗ് മെത്തേഡ്സ് ഒക്കെ നോക്കുക. അതുപോലെ തന്നെ കോറിലേഷൻ്റെ ടൈപ്സ്, അതായത് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈപ്സ്, അതിൽ കാൾ പിയേഴ്സൺസും സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനും രണ്ടും പറയുന്നുണ്ട്, അത് രണ്ടും പഠിക്കുക. ദെൻ റിഗ്രഷൻ, എങ്ങനെയാണ് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും ലീനിയർ റിഗ്രഷൻ നോക്കുന്നത്. ദെൻ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റും കൂടെ പറയുന്നുണ്ട്, അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേഷനും കൂടെ നോക്കണം. ഓക്കെ, ഇതും 18 മാർക്കിനാണ് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. ദെൻ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ടൈം സീരീസ് ആൻഡ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂളാണ്. അതിനും 18 മാർക്കിൻ്റെ ഏരിയയാണ് ഈ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്. സോ അതിൽ ടൈം സീരീസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, മീനിങ് എന്താണ്, യൂട്ടിലിറ്റി കോമ്പണൻസ് ഓഫ് ടൈം സീരീസ്, മെഷർമെൻറ്റ് ഓഫ് ട്രെൻഡ്, മെത്തേഡ്സ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പാരാബോളിക് ട്രെൻഡും ലോഗരിതം ട്രെൻഡ്, ഇൻഡെക്സ് നമ്പേഴ്സ് നോക്കാനുണ്ട്. ഇൻഡെക്സ് നമ്പേഴ്സ് നോക്കി വെച്ചാൽ ഈസിയാണ്, അപ്പോൾ അത് മറക്കാതെ എല്ലാവരും പഠിക്കുക. ദെൻ പ്രോബ്ലംസ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, മെത്തേഡ്സ് ഓഫ് കൺസ്ട്രക്ഷൻ ഇൻഡെക്സ് നമ്പേഴ്സ്, വെയ്റ്റഡ് ആൻഡ് അൺവെയ്റ്റഡ്, ടെസ്റ്റ് ഓഫ് അഡിക്വസി ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, പിന്നെ ചെയിൻ ഇൻഡെക്സ് നമ്പേഴ്സ്. ഇത്ര ഏരിയയാണ് വരുന്നത്. അപ്പം ഇതിൽ നിന്ന് ഞാൻ ഇത് മാത്രം പഠിക്കാവുള്ളൂ, ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് FM ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സാം കണ്ടപ്പോൾ മനസ്സിലായിരുന്നു, അത് കമ്പാരിറ്റീവ്ലി ഒരു ടഫായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. പക്ഷേ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ സിലബസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ നോർമലി ഇതുവരെ കണ്ടുവന്നിരുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് അല്ല ചോദിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം പഠിച്ചിട്ട് പോയാൽ ചിലപ്പോൾ അതായിരിക്കില്ല ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ സിലബസിലുള്ള കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇല്ലാത്തത് ചോദിച്ചാൽ നമുക്ക് ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാമല്ലോ. അപ്പോൾ ഈ സിലബസിലുള്ള പോയിൻറ്റ്സ് നോക്കുക. ഇപ്പോൾ 22 പോയിൻറ്റ്സ് ആയിട്ട് 4 മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കവർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയാൽ പിന്നെ പേടിക്കാതെ പോയിട്ട് എക്സാം എഴുതാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം മാക്സിമം പ്രോബ്ലംസ് ആണെങ്കിലും നോക്കി ചെയ്യുക, തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് പ്രോബ്ലംസിലൊക്കെ കൂടുതൽ തെറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചെറിയ അശ്രദ്ധ കൊണ്ട് തന്നെ തെറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കി ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതാൻ എല്ലാവർക്കും പറ്റട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.